ഹായ് ഫ്രണ്ട്സ്, മിന്നൂസ് കിച്ചൺ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി മോര് കറിയാണ്. ഉച്ച ഊണിന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് തക്കാളി മോര് കറി. അത് എങ്ങനെയാണ് ഉണ്ടാക്കണം നമുക്ക് നോക്കാം. ഞാനൊരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ കനം കുറച്ച് മീഡിയം സൈസിലുള്ള സവാളയാണ്. പിന്നെ 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, നെറുകെ മുറിച്ചതാണ്. പിന്നെ 4 പച്ചമുളകുണ്ട്, നിറയെ കീറിയത്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, നമുക്ക് കടുതളിക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, മൺചട്ടിയാണ്. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ തക്കാളി കറിയും നമ്മൾ ഏതൊരു കറി വയ്ക്കുമ്പോഴും എനിക്ക് കൂടുതൽ മൺചട്ടിയിൽ വയ്ക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അത് ഒരു ടേസ്റ്റും മണവും ആയിരിക്കും മൺചട്ടിയിൽ നമ്മൾ എപ്പോഴും കറി വെക്കുമ്പോൾ. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എനിക്ക് കൂടുതലും വെളിച്ചെണ്ണയൊക്കെയാണ് ഇഷ്ടം കറികൾ വെക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കാം. ഈ കറിക്ക് നമ്മൾ കടുതളിക്കുന്നത് ലാസ്റ്റാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് നമുക്കിതിൽ വെള്ളം ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിക്കണം. അപ്പോൾ സവാള ഒരുവിധം പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് തക്കാളി പഴം ചേർക്കാം. നമുക്കിനി അടുത്ത് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ ചേർക്കാം. എന്നിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് നമുക്കിതൊന്ന് ഇളക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതലിത് വഴറ്റണ്ട, തക്കാളിപ്പഴം വെന്ത് പോവും കൂടുതൽ. ഇനി ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ സ്പൂണാണ്, 1/2 സ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ അത് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞളിൻ്റെ മണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വേവുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ഇതൊന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ തക്കാളിക്കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയാണിത് ഞാൻ തിരുമ്മി എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇടാം. ഞാനിതിലൊരു 4 അല്ലി വെളുത്തുള്ളി ഇതിൽ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ
ഈ കുഞ്ഞു സ്പൂണിന് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളം ഇതിൽ ചേർക്കരുത്, അരപ്പ് ലൂസായിപ്പോൾ. അപ്പോൾ നമുക്ക് കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. 10 മിനിറ്റ് നമ്മൾ വേവാൻ വെച്ച തക്കാളിപ്പഴം നമുക്ക് നോക്കാം. എല്ലാം നന്നായിട്ട് വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തൈര് ഒഴിച്ച കറി ആയതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി കട്ടിയായിട്ട് തന്നെ വെക്കണം, തീരെ ലൂസാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർക്കാം. കുറച്ച് കട്ടിയായി പോയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് മോരൊഴിച്ച തക്കാളിക്കറി. നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർക്കാം, കാരണം നമ്മൾ മോരും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് കൂടുതൽ തിളയ്ക്കാൻ പാടില്ല. ഇത് നന്നായിട്ട് ചൂടായി വരുന്നത് വരെ നമ്മളതൊന്ന് കലക്കി കൊടുക്കണം. ഈ അരപ്പ് കൂടുതൽ തിളയ്ക്കാൻ പാടില്ല. കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് പുളിപ്പില്ലാത്ത തൈരാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം കൂടുതൽ ഇത് തിളയ്ക്കാൻ പാടില്ല, കൂടുതൽ സമയം വെച്ചേക്കാൻ പാടില്ല, അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ നമ്മുടെ തക്കാളി മോര് കറി തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പം നമ്മൾ തൈര് ഒഴിച്ചതിന് ശേഷം നമുക്ക് കൂടുതൽ ഇത് അടുപ്പത്ത് വെച്ചേക്കാൻ പാടില്ല, അത് പിരിന്നു പോവും. അപ്പം നമുക്ക് ഇതിപ്പം നന്നായിട്ട് എല്ലാം വെന്തിട്ടുണ്ട്, ചൂടായി, നല്ല ചൂടായി. അരപ്പ് തിളയ്ക്കാൻ പാടില്ല. അപ്പം നമുക്ക് ഇതിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഇത് നമുക്കിഞ്ഞ് കടുതളിച്ച് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി മോര് കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂട്ടത്ത് കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പം നമ്മളെ കറിക്ക് നമുക്കിനി കടുതളിച്ച് ഒഴിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്കൊരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി കടുകളിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു മണം, ടേസ്റ്റ് നമുക്ക് കറിക്കുണ്ടാവും. ഇതിലേക്ക് നമുക്ക് ഒരു 4 ഉണക്കമുളക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കളറിനും ഒരു മണത്തിനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ചേർക്കാം.
അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കാളി മോര് കറി തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, കാണാൻ തന്നെ നല്ലൊരു ഭംഗി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി മോര് കറിയാണ്. നമ്മുടെ ചോറിന് ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് തക്കാളി മോര് കറി ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുമയാർന്ന ഒരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.